6 മാസമുള്ളൂ. ഇപ്പൊ 4500 രൂപയ്ക്ക് മേടിച്ച ആളാണ് ഈ നിൽക്കുന്നത്. ഇപ്പൊ ഏകദേശം ഇതിന് എന്ത് വിലയൊക്കെ ഉണ്ടാവും? അപ്പം നമുക്കിത് ബുദ്ധിമുട്ടാൻ തയ്യാറായിരിക്കണം. നല്ല ലാഭം എന്ന് വെച്ചാൽ നമുക്ക് ആട്ടുംകാട്ടം വിറ്റ് തന്നെ നല്ല പൈസ കിട്ടും. അതുകൊണ്ട് തന്നെ അപ്പം ഞാൻ ആട്ടുംപാല് കൊടുത്തിട്ട് ഞങ്ങൾ പശുമ്പാല വാങ്ങിക്കുന്നത് അതൊരു കാര്യം. അങ്ങനെ ആട്ടുംപാലിന് ലിറ്ററിനപ്പം എന്ത് വിലയൊക്കെ ഉണ്ട്? ഹലോ നമസ്കാരം, എക്കോണമി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പഴുക്കര ഉണ്ടോ. പഴുക്കര നമ്മുടെ പിലിച്ചേച്ചിയുടെ വീടിൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ ചേച്ചി ഇവിടെ ആടിനെയാണ് വളർത്തുന്നത്. കൂടുതൽ ആടൊന്നുമില്ല, ഒരാടും കുറച്ച് 2-3 കുഞ്ഞുങ്ങളും ഉള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ട് സ്ഥലം. നമ്മുടെ ഒരു റിയൽ ലൈഫ് നിങ്ങൾ കാണാറുണ്ട്, ആ ചാനൽ കാണാറുണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും ബിലി ചേച്ചീനെ. നമ്മുടെ വീട്ടിലൊക്കെ വരാറുണ്ട് ചേച്ചി. അപ്പോൾ ചേച്ചി ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ ആടുകളെ മാറ്റി വളർത്തും. ചിലപ്പോൾ 2-3 ആടുണ്ടാവും, ചിലപ്പോൾ ഒരാടുണ്ടാവും. ഇപ്പോൾ ചേച്ചിയുടെ കയ്യിലുള്ളത് ഒരു തള്ളാടും 3 കുഞ്ഞുങ്ങളുമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. ചേച്ചിയുടെ റിയൽ ആയിട്ടുള്ള അനുഭവങ്ങളൊക്കെ എന്തൊക്കെ ചേച്ചി പറയാമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ബിലി ചേച്ചി അവിടെ നിന്ന് ആടുകളെയും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ ചെറാപ്പാടം ഉണ്ടത്. അവിടുന്ന് സൂര്യൻ ഇതേ ഇങ്ങനെ ഉദിച്ചു വരണ്. ഇവിടെ കൊയ്ത്തൊക്കെ ഓൾറെഡി ഇതേ സ്റ്റാർട്ട് ചെയ്തു. ഈ സൈഡിലെ കൊയ്ത്തൊക്കെ കഴിഞ്ഞു. അപ്പോൾ പിലിച്ചേച്ചി ഇതേ ഇവിടെ ആടുകളെയായിട്ട് ആടുകളെ മേയ്ക്കാൻ വന്നേക്കാണ്. ഇവിടെയാണോ സ്ഥിരമായിട്ട് ആടിനെയൊക്കെ കെട്ടുന്ന സ്ഥലം? സ്ഥിരം ഇവിടെ കൊയ്ത്ത് കഴിയുമ്പോൾ ഞങ്ങൾ ഈ പാടത്താണ് കൊണ്ടുവന്ന് കെട്ടുന്നത്. ആണോ? ഇവിടെ എപ്പോഴും ഇവിടെ തന്നെ കൊയ്ത്തില്ലാത്തപ്പോൾ എന്തിട്ട് ചെയ്യാം? കൊയ്ത്തില്ലെങ്കിൽ ആ പുല്ല് വെട്ടി കൊണ്ടുവന്നിട്ട് കൊടുക്കും. എല്ലാ ദിവസവും പുല്ല് വെട്ടി കൊണ്ട് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ പിലിച്ചേച്ചിയുടെ കയ്യിൽ എത്ര ആടുണ്ട്? ഇപ്പം ഒരമ്മയും 3 കുട്ടികളുണ്ട്. 3 കുട്ടികളും. അല്ല, ഇത് പിലിച്ചേച്ചിയുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം പ്രസവിച്ച് ആയതല്ലേ? അതെ. ഞാനിത് ഒരു 6 മാസമുള്ളപ്പോൾ മേടിച്ചതാണ് ഈ ആടിനെ. ഇപ്പം അവള് 7 പ്രസവം കഴിഞ്ഞു, 5 വയസ്സായി. ഓ, കൊറേ പഴക്കമുള്ള ആടാണ്. മുമ്പ് ആടുകളൊക്കെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോ? മുൻപ് ഉണ്ടായതൊക്കെ ഞാൻ മോളുടെ ഡെലിവറി വന്നപ്പോ കൊടുത്തു. എന്നിട്ട് കൂട് കാലിയായി കിടക്കായിരുന്നു. ഇത് അതിന് ശേഷം ഞാൻ പറഞ്ഞാൽ വാങ്ങിച്ചതാണ്. വൈന്തലിന്ന് ഒരു അള്ളയിന്ന് വാങ്ങിച്ചതാണ്. മലബാറി അല്ല, ജമുനാപാരി ക്രോസിംഗ് ആണ്. ക്രോസിംഗ് ആണ് മലബാറി ജമുനാപാരി എൻ്റെ ക്രോസിംഗ് ആണ്. 1.5 ലിറ്റർ പാലോളം കിട്ടും പുള്ളിക്ക്. ഞങ്ങൾ അങ്ങനെ ആദ്യം കറക്കാറില്ല, കുട്ടികളൊക്കെ കുടിക്കണ കാരണം കൊണ്ട് 3-4 ആളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതവണ 3 ആളുള്ളൂ. 3 മുട്ടന്മാരാണോ? ഒരാണും 2 പെണ്ണും. 2 പെണ്ണും ഒരാണോ? ദിവനാണ് ആണ്, മറ്റേ 2 പെണ്ണ്. 4 പേരൊക്കെ ഉണ്ടാവാറുണ്ട്. വിൽക്കണത് ഞാൻ ഒരുവിധം പ്രായമാകുമ്പോ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് ചോദിക്കുമ്പോ പെൺകുട്ടികളെ ആണെങ്കിൽ കൊടുക്കും. ആൺകുട്ടികളാകുമ്പോ നല്ല കാശിന് കൊടുക്കാറ്. ഒരു 6-7 മാസമൊക്കെ ആകുമ്പോ കൊടുക്കും. ചെറുതായിട്ടൊരു ഇരുട്ട് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. കാരണം അവിടെ നിന്ന് ഇങ്ങനെ ഭയങ്കര ലേറ്റ് അടിച്ചോണ്ടിരിക്കല്ലേ. രാവിലെ സമയമായോണ്ടാണ്. പിന്നാലെ പോന്നോളോ? പോരും. പിലിച്ചേച്ചിയുടെയും പിലിച്ചേച്ചിയുടെ ആടിൻ്റെയും വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. പോ അതിൻ്റെ ഇടയിൽ പാല് കുടിക്കാനാണ് അമ്മ അവിടെ നിൽക്കണേ. പോ നമുക്ക് അവിടെ പോയിട്ട് കുടിച്ചൂടെ? പോടാ. പോ ഈ മൂടി വെച്ചാൽ എന്തൊക്കെ നല്ലല്ലേ? ഇതിങ്ങനെ വെയിൽ വരുമ്പോ അവര് വിരിച്ചിടും. ഇവിടെ തന്നെ വിരിച്ചിടും. വൈകുന്നേരം അമ്മ കുറുക്കന്മാർ വരണ കണ്ടേ മൂടിയിടുന്ന. ഇനി വിരിച്ചിട്ട് ഉണക്കിയിട്ട് ഇവിടെ തന്നെ പാക്ക് ചെയ്ത് വണ്ടി വന്ന് കൊണ്ടുപോകും, കൃഷിഭവനിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ഇപ്പൊ ഇവിടെ കൊയ്ത്ത് കഴിഞ്ഞപ്പോ ചേച്ചി ഇവിടെ കൊണ്ട് കെട്ടണം തോന്നുന്നു. കൊണ്ട് കെട്ടണം. പണിക്കൊക്കെ പോകുന്നല്ലേ? അപ്പൊ ആ സമയത്തൊക്കെ പണിക്ക് പോയിട്ട് വരുമ്പോ തീറ്റ വെട്ടി കൊണ്ടുപോരും, പുല്ല് വെട്ടി കൊണ്ടുപോരും. അത് വീട്ടിൽ വന്ന് അവർക്ക് കഞ്ഞും വെള്ളമൊക്കെ കൊടുക്കും. തീറ്റയും കൊടുത്തു കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ ഒന്ന് ഇതേപോലെ കനാലുമൊക്കെ ഒന്ന് അഴിച്ചു കൊണ്ടുവരും. ഈ സൈഡിലേക്ക് പുല്ല് തീറ്റ. അതല്ലെങ്കിൽ അവർ വീട്ടിൽ തന്നെ കിടക്കും. ഈ കൂടും ഞാൻ പിലിച്ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടാ. കൂടൊക്കെ സിമ്പിളായിട്ടുള്ള സിമ്പിളായിട്ടുള്ള കൂടാണ്. നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്? ചേട്ടൻ ഉണ്ടാക്കിയതാണ്. അടക്കാരവാരി
വെച്ച്. അടിയിലടക്കാര വാരി തന്നെയല്ലേ? അപ്പൊ അത് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ സേഫ് ആണോ? വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ പട്ടിയൊക്കെ വരാറുണ്ടോ? പട്ടിയൊന്നും വരില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. കൂടൊക്കെ സേഫാണ്. അപ്പോൾ അതിൽ അടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പുറത്തേക്ക് പോകാനും പറ്റില്ല, പട്ടി കയറാനും പറ്റില്ല. ഞങ്ങളുടെ അവിടെയൊക്കെ പാടത്തെ കൂടെ പട്ടികൾ കയറി വരുന്ന പറയാറുണ്ടേ. നീ ഇവരുടെ ആ ഒരു ഇതൊക്കെ ഒന്ന് പറഞ്ഞേ ചേച്ചി, ഇത്രയും ദിവസം വളർത്തിയിട്ട്. അതായത് ഒരു വീട്ടമ്മ ഇപ്പൊ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവണം ഇതിനെ വളർത്തിയിട്ടുണ്ടെങ്കിൽ വല്ല ലാഭമുണ്ടോ, നഷ്ടമുണ്ടോ? ഒരു പ്രശ്നവുമില്ല, നമുക്ക് നല്ലൊരു ലാഭമുള്ള കൃഷി തന്നെയാണ് ആട് കൃഷി. മറ്റുള്ള അതിനേക്കാളും ലാഭമുള്ളതാണ് ആട്. ചേച്ചി ഇപ്പൊ എത്ര വർഷമായി വളർത്തുന്നത്? ഞാൻ വർഷങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 10-15 വർഷത്തിൽ മേലെയായിട്ടുണ്ട് ആടിനെ വളർത്താൻ തുടങ്ങിയിട്ട്. അത് എൻ്റെ കുട്ടികളൊക്കെ ചെറുതായിരിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടിയ ലാഭം കൊണ്ടാണ് മക്കൾക്ക് ഒരേ സാധനങ്ങൾ വാങ്ങി കല്യാണം വരെ എത്തിക്കാനുള്ള സ്വർണ്ണങ്ങൾ വരെ ആടിനെ വിറ്റാൽ സ്വർണ്ണം മേടിക്കാൻ പറ്റും. ഇപ്പോൾ അടുത്ത പോലെ അല്ലല്ലോ. അങ്ങനെ കിട്ടുന്നത് ഞങ്ങൾ ബാങ്കിൽ അടച്ചിട്ട് അങ്ങനെ സ്വർണ്ണം വാങ്ങി മൂത്ത മകളുടെ കല്യാണമായപ്പോൾ ഞങ്ങൾ ഒരു 10 പവനോടത്തോളം എടുത്തത് ആടിന്റെ ഒരു ലാഭം കൊണ്ടാണ്. ഹാപ്പിയാണ്. ചേട്ടനും അതെ, എനിക്ക് ഇങ്ങനെ സമയമില്ലാത്ത നേരത്തൊക്കെ ചേട്ടൻ ചെയ്തോളൂ എല്ലാനും ആടിന്റെ കാര്യങ്ങളൊക്കെ. രണ്ടുപേരും മാറി മാറി സപ്പോർട്ട് ചെയ്താണ് പരിപാടികളൊക്കെ ചെയ്യുന്നത്. പിന്നെ അതിനിടയ്ക്ക് ഞങ്ങൾക്ക് കുടുംബശ്രീ വഴി ഒരു ആട് വളർത്തുന്ന ലോൺ കിട്ടി. 25,000 രൂപയുള്ളൂ, എന്നാലും ചെറിയ തുക ആയിട്ട്. അപ്പോൾ അതൊരു തള്ളേൻ്റെ 2 കുഞ്ഞുങ്ങളെ വാങ്ങണം, അങ്ങനെയായിരുന്നു അതിനും. അപ്പം എൻ്റെ കയ്യിൽ ആടുള്ള കാരണം കൊണ്ട് എനിക്ക് വാങ്ങേണ്ട വന്നില്ല, ആ പൈസ ലാഭം തന്നെ കിട്ടി. അങ്ങനെ അപ്പം അത് മുടങ്ങാണ്ട് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് സബ്സിഡി ഉണ്ടായിരുന്നു. ഈ ആടിനെ ഞാൻ മേടിച്ചത് 4,500 രൂപയ്ക്കാണ് ഇതിനെ വാങ്ങിയത്. 6 മാസമുള്ള 6 മാസമുള്ള 6 മാസമുള്ള 4,500 രൂപയ്ക്ക് മേടിച്ച ആളാണ് ഈ നിൽക്കുന്നത്. ഇപ്പൊ ഏകദേശം ഇതിന് എന്ത് വിലയൊക്കെ ഉണ്ടാവും? ഇപ്പൊ ഇതിനെ കൊടുക്കണമെങ്കിൽ ഒരു 10,000-8,000 രൂപ കിട്ടും. എന്നുവെച്ചാൽ പ്രായം കൊണ്ട് ആയി തുടങ്ങിയല്ലോ. ഇപ്പൊ 7 വയസ്സായി. 7 വയസ്സായി അല്ല 7 പ്രസവം. 7 പ്രസവം. അല്ല ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഇത്രയുള്ള ഈ ഒരു ആടിന് ഇപ്പൊ ഒരു 8,000 രൂപയ്ക്കുള്ള ആടുള്ളൂ. ഇതിപ്പോ പ്രായമായത് കൊണ്ട് നമുക്ക് കൊടുക്കുമ്പോൾ വില വളർത്തുന്ന ആൾക്കാർ വാങ്ങൂല. കാരണം വെച്ചാൽ പ്രായമായില്ലോ, ഇത്ര പ്രസവം കഴിഞ്ഞെന്ന് പറയുമ്പോൾ കച്ചവടക്കാർക്ക് വളർത്തുന്നവർക്ക് അത് വലിയ താല്പര്യം ഉണ്ടാവില്ല. കൊമ്പ് ഒടിഞ്ഞു പോയതാണോ? കൊമ്പ് പ്രായം വന്നപ്പോൾ കൊമ്പ് ഒടിഞ്ഞു പോയി. കൊമ്പ് നല്ല നീളമുള്ള കൊമ്പായിരുന്നു, വലിയ കൊമ്പായിരുന്നു. ഉപദ്രവിക്കൊന്നുമില്ല, എൻ്റെ അടുത്തൊരു കുഴപ്പമില്ല. കൊച്ചു കുട്ടികൾ പടി എടുത്ത് ചെന്നാൽ മാത്രം അവള് ചാടി ചെല്ലുള്ളൂ. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ ആടുണ്ടായിരുന്നപ്പോ കുഴപ്പമില്ല. ഇതിന്റെ ഒരു മുട്ടനുണ്ടായിരുന്നു, അത് മറ്റേ നമ്മുടെ ഈ മാരക്കാട് ഒരു വീട്ടിൽ കൊണ്ടുപോയി ഞങ്ങള് ഇതിനെ കുത്തിവെച്ചതാണ്. അത് ബീറ്റിലാന്ന് പറയും, അതിന്റെ കുട്ടിയായിരുന്നു. അവ നല്ല ഉപദ്രവമായിരുന്നു, ആരും അടുപ്പിക്കില്ല, എന്നെ മാത്രമേ അടുപ്പിക്കുള്ളൂ അവൻ. അപ്പോൾ അവനൊരു 8 മാസമൊക്കെ ആയപ്പോൾ കൊടുത്തു അവനെ. എന്നുവെച്ചാൽ അവൻ ചാടി മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും ചെയ്യും, കൂടൊക്കെ ചാടി പൊളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വീട്ടിലാണ് അവൻ. നല്ല തന്നെയായിരുന്നു, എനിക്ക് താല്പര്യം ഉണ്ടായില്ല കൊടുക്കാനായിട്ട്. പക്ഷെ നമ്മളെ കയ്യെത്തില്ലെങ്കിൽ പറ്റൂലല്ലോ. മറ്റൊരാളെ അടുപ്പിക്കില്ല, ചേട്ടനെ പോലും അടുപ്പിക്കില്ല അവൻ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവനെ കൊടുത്തു. നല്ല കാശിന് തന്നെ കൊടുത്തത്. ഷൺമുഖൻ ചേട്ടനെ, ചേച്ചിയുടെ ഹസ്ബൻഡ് ഷൺമുഖൻ ചേട്ടനുണ്ട്. അപ്പോൾ ചേട്ടനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോക്കൊക്കെ. ചേട്ടൻ എവിടെ മുങ്ങിയതാന്ന് തോന്നുന്നു. ചേട്ടൻ എവിടെ പോയാവോ? ഞാൻ ഇന്നലെ വരാനായിട്ട് വിട്ടുപോയി ചേച്ചി, ഇന്നലെ ഞാൻ മറന്നുപോയി. ഞാൻ വിചാരിച്ചു വരും, ഞാനപ്പോൾ വീട്ടിലെ പണികളൊക്കെ കഴിച്ച് പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. അയ്യോ, എല്ലാവരും എടുക്കായിരുന്നു, എല്ലാവരും കൂടി എടുക്കായിരുന്നു. നമ്മുടെ ആട്ടിൻകൂട്ടന്മാർ ഇങ്ങനെ ഓടി കിടക്കാൻ. ഇവരൊക്കെ ഇപ്പൊ എത്ര പ്രായത്തുമ്പോൾ കൊടുക്കുന്നു പറഞ്ഞ? ഇവരെ ഈ കുട്ടികളെ വളർത്താൻ ചോദിക്കുന്ന ആൾക്കാർക്ക് ഒരു 6 മാസമൊക്കെ ആകുമ്പോൾ അവർ വന്ന് ചോദിച്ചാൽ കൊടുക്കും. ഇപ്പോൾ 2 ബുക്കിംഗ് കഴിഞ്ഞു, പെൺകുട്ടികളെ 2 പെൺകുട്ടികൾ കഴിഞ്ഞു, ഓൾറെഡി ബുക്കിംഗ് കഴിഞ്ഞു. അതൊക്കെ എത്ര രൂപയ്ക്കൊക്കെ കൊടുക്കപ്പോ ഇതിനൊക്കെ കുഞ്ഞുങ്ങളൊക്കെ? ഏകദേശം കറക്റ്റ് എത്ര രൂപയ്ക്കെന്നല്ലോ പറഞ്ഞ? ഏകദേശം 6,000 രൂപയ്ക്കായിട്ട് ഞാൻ കൊടുക്കാം. എത്ര? 6,000 രൂപ. 6,000 ഒക്കെ ആയിട്ട്. 6,000 രൂപയ്ക്ക് ഇപ്പോൾ ഞാൻ പെൺകുട്ടികളൊക്കെ 6,000 രൂപയ്ക്ക് കൊടുക്കാറ്. മുട്ടന്മാർക്ക് ഇത്തിരി വില കൂട്ടി കൊടുക്കും, അവരിത്തിരി വലുപ്പത്തിലേക്ക് ഉണ്ടാവില്ല, അപ്പൊ അവർക്ക് വില കൂട്ടി കൊടുക്കും. പിന്നെ നിർത്തിയിട്ട് വലുതാക്കിയിട്ട് കൊടുക്കുള്ളൂ. ഇത് വെച്ച് വളർത്തുന്നവർക്ക് അപ്പോൾ നേരത്തെ കൊടുക്കും, ഒരു 6 മാസമൊക്കെ ആകുമ്പോൾ കൊടുക്കും. അപ്പൊ അതിന് ശേഷം പാലുണ്ടാവും, 1.5 ലിറ്റർ പാലോളം ഉണ്ടാവും. ഞങ്ങൾ പാല് കറന്ന് കൊടുക്കാറുണ്ട്. ആട്ടുംപാല് കൊടുക്കും. നിങ്ങളുടെ വീട്ടിലേക്ക് ഉപയോഗിക്കാൻ? വീട്ടിൽ ഞാൻ കഴിക്കില്ല ആട്ടുംപാല്. പിന്നെ ചേട്ടനും വലിയ താല്പര്യമില്ല, പിള്ളേരുണ്ടേ പിള്ളേർക്ക് കൊടുക്കും. അല്ല, ആട്ടുംപാലിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാണ്ടോ നിങ്ങളുടെ വീട്ടിൽ വളർത്തണോ? അങ്ങനെ എനിക്ക് ടേസ്റ്റ് ഇഷ്ടമില്ലാണ്ട ആട്ടുംപാലിന്റെ. അതുകൊണ്ടാണ് അപ്പൊ ഞാൻ ആട്ടുംപാല് കൊടുത്തിട്ട് ഞങ്ങൾ പശുമ്പാല വാങ്ങിക്കുന്നത്. അതൊരു കാര്യം. അങ്ങനെ ആട്ടുംപാലിന് 1 ലിറ്ററിന് എന്ത് വിലയൊക്കെ ഉണ്ട്? ആട്ടുംപാല് 1 ലിറ്റർ 100 രൂപയാണ്. 100? എരുമപ്പാലിന്റെ വിലയുണ്ട്. 100 രൂപയായിട്ട്. ഞങ്ങളിപ്പോൾ ഈ കഴിഞ്ഞ വർഷമൊക്കെ തിരുത്തുപറമ്പിൽ ഒരു ചേട്ടന് ആട്ടുംപാല് വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു.
100 രൂപയായിട്ട് കൊടുക്കണേ. 100 രൂപയായിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിലും 1.5 ലിറ്ററൊക്കെ മാക്സിമം കിട്ടുള്ളൂ. മാക്സിമം കിട്ടുള്ളൂ. രാവിലെയും വൈകുന്നേരം കറക്കുമോ? ഇല്ല, ഞങ്ങൾ രാവിലെ മാത്രമേ കറക്കുള്ളൂ. ബാക്കി കുഞ്ഞുങ്ങൾ കുടിക്കും. പിന്നെ ഇവരുടെ ഫുഡ് എന്തിട്ടൊക്കെയാ? ഫുഡ് പ്ലാവിൻ്റെ ഇല കൊടുക്കും, പുല്ല് കൊടുക്കും, പിന്നെ കുടി കൊടുക്കണത് സോയ കൊടുക്കും, കപ്പലണ്ടി പിണ്ണാക്കും ചോളത്തവിടും കൂടി മിക്സ് ചെയ്ത് രാവിലെ വേവിച്ച് കൊടുക്കും. പിന്നെ വൈകുന്നേരം വെറുതെ തവിട് മാത്രമേ ഇട്ട് കൊടുക്കുള്ളൂ. വെറുതെ തവിട് വെള്ളത്തിൽ കലക്കി? ചോളത്തവിട് എന്നിട്ട് കഞ്ഞിവെള്ളത്തിൽ ചൂടാക്കി കൊടുക്കും. ഓക്കെ. ഉച്ചയ്ക്കൊന്നും കൊടുക്കില്ല കേട്ടോ, വെള്ളമൊന്നും കൊടുക്കില്ല. അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ചേച്ചി ഇപ്പൊ ചില ദിവസം ചിലയിടത്തൊക്കെ ജോലിക്ക് പോകുമ്പോ വൈകുന്നേരം വരെ ജോലിക്ക് നിൽക്കില്ലേ? അപ്പൊ ഉച്ചയ്ക്ക് അപ്പൊ ഞാൻ കാലത്ത് നന്നായിട്ട് വയറ് നിറച്ച് വെള്ളം കൊടുക്കും, പിന്നെ ഒരു കൊട്ട നിറച്ച് പുല്ലും സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോകും. അപ്പോൾ വൈകുന്നേരം വരെ ഞാൻ വരുന്നത് വരെ അവർക്ക് വിശക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഫുഡൊക്കെ അവിടെ ഒരുക്കി വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. റെഡിയാക്കി വെച്ചിട്ട് പോകുന്നത്. പിന്നെ വൈകുന്നേരം ഞാൻ വന്ന നേരത്തെ ഒന്ന് ഇറങ്ങണം എന്ന് ആൾക്കാർക്ക് താല്പര്യമുണ്ട്. അപ്പോൾ കിടന്ന് കറച്ചിൽ കൊടുക്കും. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഈ കനാലുമോടി ഒന്ന് കൊണ്ടു നടക്കും. രാത്രിയൊക്കെ കിടന്ന് ഒച്ചയെടുക്കണ പരിപാടി? രാത്രിയൊന്നും ഒരു പ്രശ്നമില്ല, ഒരു സൗണ്ടൊന്നും ഉണ്ടാകില്ല. ഒരു സൗണ്ടൊന്നുമില്ല, നീറ്റമായിട്ട് ഉറക്കമായിരിക്കും, നല്ല ഉറക്കമായിരിക്കും. ഇപ്പോൾ പിലിച്ചേച്ചിയുടെ ആട് വളർത്തലിൽ എനിക്കിനി ചോദിക്കാൻ സംശയങ്ങളൊന്നും കിട്ടണില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ ഇതേപോലെ ഒരു കുഞ്ഞിനെ മേടിച്ച് ഒരാൾ ആട് വളർത്തലൊക്കെ തുടങ്ങാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തുട്ടാ ആദ്യം ഇപ്പം ചേച്ചിയുടെ ഒരു അനുഭവത്തിൽ എന്തുട്ടൊക്കെയാ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ? ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ഫുഡ് കൊടുക്കുക, അവരെ വെയിൽ കൊള്ളിക്കാതെ, വെയിൽ അധികം കെട്ടാതെ പരിപാലിക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ ഫുഡ് കൊടുത്ത് അധികം നേരം പുറത്തേക്ക് അഴിച്ച് കെട്ടരുത്, വെയിലൊന്നും കൊള്ളിക്കരുത്. ചെറിയ കുഞ്ഞായിരിക്കും, 6 മാസമുള്ള കുഞ്ഞിനൊക്കെ മേടിക്കണേ വെയിൽ കൊള്ളിക്കരുത്, പുറത്തേക്ക് അധികം കൊണ്ടുവന്ന് കെട്ടരുത്, പട്ടി ശല്യം അങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാൻ ആദ്യം അങ്ങനെ പുറത്തേക്ക് കൊണ്ട് കെട്ടില്ല, വീട്ടിൽ തന്നെ തീറ്റ വെട്ടിയിട്ട് കൊടുക്കുള്ളൂ. ഒരുവിധം ആവണ വരെ പുറത്തേക്ക് അങ്ങനെ കൊണ്ടുപോകില്ല. പരമാവധി വെയിൽ കൊള്ളിക്കാതെ നോക്കാം. എന്ന് വെച്ചാൽ വെയിൽ ഇപ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അണയ്ക്കും, അങ്ങനെയാണ്. പിന്നെ നമ്മൾ കൊണ്ടുവരുമ്പോഴൊക്കെ കൊടുക്കേണ്ട ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അവർ ആ വീട്ടുകാർ എന്താ കൊടുത്തിരുന്നത് എന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ തവിട്, ചോളത്തവിടും സോയ, പിണ്ണാക്ക് തന്നെ. അത് പറ്റിയില്ലെങ്കിൽ പിണ്ണാക്കും തവിട് മാത്രം കൊടുത്താലും മതി. ദഹിക്കണം കേട്ടോ അവർക്ക്. സോയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ദഹനം കിട്ടില്ല, പ്രായത്തിനനുസരിച്ച് ഇത്തിരീശ കൊടുക്കാവൂ, ഒരു പിടി സോയ ഇട്ട് കൊടുക്കാവൂ. പിന്നെ അസുഖങ്ങളൊക്കെ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത്? അസുഖങ്ങൾ അങ്ങനെ ഇവർക്ക് പൊതുവെ ഇത്തിരി കുറവാണ്. ഞാൻ ഇത്രയും ആടുകളെ വളർത്തിയിട്ട് അങ്ങനെ അസുഖം എന്ന് പറയാനായിട്ട് ഉണ്ടായിട്ടില്ല. ഒന്നും വന്നിട്ടില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് കാര്യങ്ങളുണ്ട്? എന്തെങ്കിലും ഇലകളൊക്കെ കൊടുക്കുമ്പോഴൊക്കെ പലരും പറയാറുണ്ട് ആനത്തൊട്ടാവാടി, ആനത്തൊട്ടാവാടി, കൊള്ളിയില അതൊന്നും തിന്നാതെ നമ്മൾ ശ്രദ്ധിക്കണം. കൊള്ളിയിലും തിന്നാൻ പാടില്ല? കൊള്ളിയിലും തിന്നാൻ പാടില്ല. ആനത്തൊട്ടാവാടി ഇവർക്ക് തിന്നാൻ ഇഷ്ടമുള്ളതാണോ? കൊള്ളിയില ഭയങ്കര ഇഷ്ടമുള്ള ടീമാണ് ആട്. ആണോ? പക്ഷെ തീറ്റിക്കാൻ പാടില്ല. വേറെ എന്തെങ്കിലും അങ്ങനെ? വേറെ ഇപ്പം അവർക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, അവരെല്ലാ ഇലകളും തിന്നണതാണ്, വള്ളികളും പുല്ലുകളും എല്ലാം തിന്നും. വിഷവസ്തു എന്ന് പറയുന്നത് ഇതാണ്, ആനത്തൊട്ടാവടിയും ഈ കൊള്ളിയിലാണ് കൂടുതൽ. രണ്ടും കൊടുക്കാൻ പാടില്ല, അവർക്ക് ഇഷ്ടമുള്ള സാധനമാണ് അത്. തീറ്റ കൂടിപ്പോയാൽ ദഹനം കിട്ടില്ല, അപ്പോൾ നമുക്ക് വയറ് കമ്പനം വരും, അപ്പോൾ വയറ് വീർത്ത് മുട്ടി മരണത്തിലേക്ക് എത്തും. കാരണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ ദഹനക്കേട് ദഹിക്കാതെ വരാണെങ്കിൽ ഇവരിങ്ങനെ ആടി ഇറക്കില്ല. അപ്പോൾ അതിന് വല്ല സോഡപ്പൊടി, ഇത്തിരി സോഡപ്പൊടി ഇട്ട് കലക്കി, അപ്പം നമ്മുടെ കയ്യിലുള്ള ഒരു ചികിത്സ. ചേച്ചി എക്സ്പീരിയൻസിൽ സ്വന്തമായി ചെയ്യും കാര്യങ്ങളൊക്കെ. സോഡപ്പൊടി ഇത്തിരി ഇട്ട് കൊടുക്കും. പിന്നെ അതേപോലെ അങ്ങനെ വയറിളകാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ കുടപ്പുളി ചുട്ടിട്ട് നന്നായിട്ട് പൊടിച്ച് ശർക്കര കൂട്ടി കൊടുക്കുക. കുടപ്പുളി നന്നായിട്ട് അടുപ്പിലിട്ട് ചുടും, എന്നിട്ട് ശർക്കര കൂട്ടി പൊടിച്ച് അവർക്ക് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ വയറിളക്കം അവിടെ നിൽക്കും. നാടൻ പൊടിക്കൈകൾ അങ്ങനെ. പിന്നെ ഇത് ദഹനക്കേടിന് തന്നെ സോഡപ്പൊടി ഇത്തിരി കൊടുക്കുക. എന്നിട്ടും ശരിയായില്ലെങ്കിൽ അടുത്ത ഐറ്റം ഡോക്ടറെ കാണിക്കുക. പെട്ടെന്ന് ഡോക്ടർ ഇഞ്ചക്ഷൻ കൊടുക്കും. അപ്പോൾ ശരിയാവും. ഈ വേറെ ഇവർക്ക് വിരയുടെ അങ്ങനത്തെ മരുന്നൊക്കെയോ? വിരയ്ക്ക് ഗുളിക കൊടുക്കും ഞാൻ. ഒരു 3 മാസമൊക്കെ ആകുമ്പോൾ വിരയ്ക്ക് ഗുളിക കൊടുക്കും കുട്ടികൾക്ക്. അമ്മയ്ക്കും ഞാൻ അങ്ങനെ ഇളക്കി കൊടുക്കാറുണ്ട്. കൊടുക്കൂല, അങ്ങനെ കറക്റ്റ് ഒന്നുമില്ല. കുട്ടികൾക്ക് ഒരു 3 മാസമൊക്കെ ആകുമ്പോൾ ഞാൻ കൊടുക്കും. തള്ളയ്ക്ക് അങ്ങനെ കറക്റ്റ് നോക്കി ഗുളിക കൊടുക്കലൊന്നുമില്ല. അതായത് ചേച്ചിയുടെ ഈ ഒരു സംസാരം കേട്ടിട്ട് ഒരാൾ ആടിനെ വളർത്തിയ ചേച്ചിക്ക് അഭിമാനിക്കാം.
ആട് വളർത്തൽ നല്ല ലാഭമുള്ള കൃഷി തന്നെയാണ്. നമ്മൾ ഇത്തിരി ബുദ്ധിമുട്ടണം, കാരണം അവരെ അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ബുദ്ധിമുട്ടാൻ തയ്യാറായിരിക്കണം. കാരണം അവർക്ക് ഫുഡ് നേരത്തിന് കൊടുക്കുക. നമുക്കിവിടെ വീട്ടിലിപ്പോൾ ഞങ്ങൾക്ക് സ്ഥലമൊക്കെ കുറച്ചാണ് ഉള്ളത്, അതുകൊണ്ട് തീറ്റൊക്കെ കിട്ടാത്തൊരു ബുദ്ധിമുട്ടാണ്. ഞാൻ അകലെയൊക്കെ പോയാണ് പുല്ല് വെട്ടിന്. പിന്നെ സണ്ണിയുടെ പറമ്പിൽ പോയി ഇഷ്ടംപോലെ പുല്ല് വെട്ടിൻ്റെ വരും. അതൊക്കെ വെട്ടി കൊടുന്നിട്ട് കൊടുക്കും അവർക്ക്. അവരെ ഒരിക്കലും പട്ടിണി എടുത്തില്ല ഞാൻ. അങ്ങനെയാണ്. അപ്പം കറക്റ്റ് കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ്. അപ്പം നമുക്കിത് ബുദ്ധിമുട്ടാൻ തയ്യാറായിരിക്കണം. നല്ല ലാഭം എന്ന് വെച്ചാൽ നമുക്ക് ആട്ടുംകാട്ടം വിറ്റ് തന്നെ നല്ല പൈസ കിട്ടും. ആട്ടുംകാട്ടം ഇപ്പോൾ 75 രൂപയാണ് ഒരു പാട്ടയ്ക്ക്. അപ്പോൾ നമുക്ക് ഒരു 6-7 മാസം ആകുമ്പോൾ കൂട്ടിലുള്ള കാരണം കൊണ്ട് കാട്ടം പുറത്ത് പോകണില്ലല്ലോ. അപ്പോൾ നമുക്ക് ആട്ടുംകാട്ടം വിറ്റ് നല്ല പൈസ കിട്ടും. നേരത്തെ ഞാൻ ചോദിക്കുമ്പോ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയിട്ടോ. ഞാൻ കൂട് കണ്ടപ്പോ കൂടിന്റെ അടിയിലുള്ള കാഷ്ടൊക്കെ കിടക്കണേ. അപ്പൊ അങ്ങനെ കിടക്കുമ്പോ അവർക്ക് അതിന്റെ ആ ഒരു ആവി അടിച്ചിട്ടോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല? ഇല്ല, പ്രശ്നങ്ങളൊന്നും ഇല്ല. അതിങ്ങനെ തുറന്ന് കിടക്കാല്ലേ, ഓപ്പണായിട്ട് കിടക്കണാനും. പിന്നെ അതിനകത്ത് കാട്ടത്തിന്റെ അകത്ത് വെള്ളം കെട്ടി നിന്നാലാണ് പ്രശ്നം കൂടുതൽ. മഴക്കാലത്തൊക്കെ മഴക്കാലത്ത് അതിന്റെ ഉള്ളിലേക്ക് വെള്ളമൊന്നും കിടക്കില്ല, കേറില്ല. 4 ദിവസം കല്ല് വെച്ച് കെട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സിമെന്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മൂത്രം താഴ്ന്നു പോവാതെ ആകുമ്പോ കാട്ടം അവിടെ മണ്ണിലേക്ക് മൂത്രം വലിഞ്ഞു പോകും. അപ്പൊ അത് അന്ന് സിമെന്റ് ഒക്കെ ഇടാന്നുണ്ടെങ്കിൽ കാട്ടം അന്നത്തെ കാട്ടം വാരി മാറ്റി വെക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ അത് കിടന്ന് അവിടെ മൂത്രമൊക്കെ പാടെ കെട്ടി കിടന്ന് അണുക്കളും വരും. ഇവർക്ക് ദുർഗന്ധം വരുമ്പോ ഇവർക്ക് അതിനെപ്പറ്റി പല അസുഖങ്ങളും വരും. കാരണം നിങ്ങളുടെ കൂട് കാണുമ്പോൾ ഭയങ്കര സിമ്പിൾ കൂട്. ആൾക്കാർ ഇപ്പോൾ ഭയങ്കര ഹൈടെക് കൂടും, ഇരുമ്പിന്റെയും പുല്ല് വെക്കാൻ സെപ്പറേറ്റ് സെക്ഷൻ, കാഷ്ടം വീഴാൻ സെക്ഷൻ, അങ്ങനെ എങ്ങനെയൊക്കെയാണ്. ഭയങ്കര ഞങ്ങളുടെ മൂത്രപ്പാപ്പ വലിഞ്ഞു പോകും, ഭൂമിയിലേക്ക് വലിഞ്ഞു പോകും. അപ്പോൾ അതിന് പ്രശ്നമില്ല, നാച്ചുറൽ ആയിട്ടുള്ള രീതിയാണ്. വലിയ ചിലവൊന്നും ഇല്ലാത്തൊരു കൂടാണ്. കൂടെന്ന് വെച്ചാൽ ഞാനൊരു സിമ്പിളായിട്ടൊരു 3-4 അടയ്ക്കാമരം വാങ്ങി അങ്ങനെ കെട്ടിയതാണ്. അടയ്ക്കാമരം വെട്ടി കൊണ്ടുവന്ന് വണ്ടിക്ക് കൊണ്ടുവന്ന് അത് 2 ആളെ നിർത്തി പൊളിച്ച് ചേട്ടനും കൂടി സഹായിച്ചാണ് അതങ്ങനെ കെട്ടിയത്. പിന്നെ ഷീറ്റ് മേടിച്ചു. ഷീറ്റാ വെച്ചേക്കുന്നത്, അതിനും പൈസ വന്നിട്ടുണ്ട്. ഇപ്പൊ കുറെ നാളായിട്ടുണ്ട് കൂട് മേടിച്ചിട്ട്. 5 വർഷം തന്നെയായിട്ടുണ്ട് കൂടിനും. 5 വർഷമായിട്ടുണ്ട്. ഇവിടെ മേടിച്ച് എപ്പോഴും തന്നെ കൂട് കെട്ടിയത്. മേടിച്ച് കൊണ്ടുവന്ന് ഇപ്പോൾ 2-3 ദിവസം വീട്ടിൻ്റെ അകത്ത് തന്നെ ഓടി കളിക്കായിരുന്നു. അകത്ത് തന്നെ ഞങ്ങളെവിടെ ഇരിക്കണോ അവിടെ ഒന്നിരിക്കും പുള്ളി. അങ്ങനെയായിരുന്നു. അതിന് കൂടൊക്കെ അതിന് ശേഷമാണ് കെട്ടിയത്. 2-3 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കൂട് കെട്ടിയത്. ഞാൻ എവിടെ പോകണോ പുള്ളി എൻ്റെ പിന്നാലെ ഉണ്ടാവും. ചെന്നിരിക്കുകയാണെങ്കിൽ ഞാൻ കട്ടിലും മരിക്കുകയാണെങ്കിൽ പുള്ളി താഴ്ത്തവിടെ എടുക്കണ്ടാവും. അങ്ങനെയായിരുന്നു. അത്ര സ്നേഹമായിരുന്നു. ഇപ്പോഴും ഞാൻ ഇവരെ പ്രസവിച്ച് കഴിഞ്ഞാൽ 3 ദിവസം വീടിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് കെടുത്തു. അപ്പോൾ 3 ദിവസം അമ്മയുടെ അടുത്ത് കിടത്തില്ല. അമ്മ മിണ്ടില്ല, കരയൊന്നുമില്ല. പാല് കൊടുത്ത് ഞാൻ രാത്രി ഒരു 8 മണിയാകുമ്പോൾ കൊണ്ടുവന്ന് അകത്ത് എടുത്തു. 3 ആളെയും കൂടി ഒരു നല്ല ടർക്കി ഉണ്ട്, അതിനകത്ത് വിരിച്ച് അവിടെ 3 ആളെയും കൂടി കൊണ്ടുവന്ന് അവിടെ കിടത്തും. ഒരു 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷം അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന് കിടത്തുള്ളൂ. അതിന് അമ്മ കറിയൊന്നുമില്ല, മക്കളെ കാണാതെ കറിയച്ചിലോ ഒന്നുമില്ല. ഞാൻ കൊണ്ടുപോകണം കാണുമ്പോൾ അവർക്ക് അറിയാം. ഇത് ആക്ച്വലി എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ ആടുണ്ടായിരുന്നപ്പോഴും ഈ ആടിനെ പ്രസവിച്ച് കഴിയുമ്പോൾ ഇതേപോലെ തുറന്നു വിടുന്നത് ചെയ്യായിരുന്നു അമ്മ കുഞ്ഞുങ്ങളെ. അപ്പോൾ ഞങ്ങളൊക്കെ അന്ന് കട്ടിലൊന്നും ഇല്ല, താഴെ കിടക്കണേ. താഴെ കിടക്കുമ്പോൾ വിറ്റങ്ങൾ അമ്മ രാവിലെ നേരത്തെ നിൽക്കുമല്ലോ, വാല് ഓർക്കുമ്പോൾ വിറ്റങ്ങൾ അകത്ത് കയറിയിട്ട് പുതപ്പിൻ്റെ അവിടെ വന്നിട്ട് കൈകൊണ്ട് മാന്തും. മുട്ടൻ കുഞ്ഞെന്ന് തോന്നുന്നു കൈകൊണ്ട് വന്നിട്ട് നമ്മുടെ തലയുടെ അവിടെയൊക്കെ വന്ന് ഇങ്ങനെ മാന്തി നമ്മൾ എനിപ്പിക്കണ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിപ്പോൾ ചേച്ചി പറഞ്ഞപ്പോഴാണ് അത് ശരിക്കും പറഞ്ഞാൽ ഓർമ്മ വന്നത്. ഇതങ്ങനെ തന്നെ. അതുപോലെ കവറിൻ്റെ എന്തെങ്കിലും ഇവൾക്ക് ഞാൻ എന്ത് റസ്കോ അങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ അപ്പം കൊടുക്കും. അപ്പോൾ അവൻ ആ കവർ പൊട്ടിക്കുന്ന ഒച്ച കേൾക്കുമ്പോൾ ഒരു കരച്ചിലുണ്ട്, വേഗം കിട്ടാൻ വേണ്ടി. അറിയാം. അങ്ങനെ അപ്പം എന്തുണ്ടെങ്കിലും ഭക്ഷണം എന്ത് സാധനമായാലും കഴിച്ചോളും. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ചില ആടുകൾക്ക് ഇറച്ചി മീൻ അതൊന്നും പറ്റില്ലല്ലോ. ഇവൾക്ക് മീൻ ഇറച്ചി എന്ത് കൊടുത്താലും അവള് കഴിക്കും. എന്ത് സാധനം എന്ത് സാധനം നമ്മ എന്ത് കഴിക്കണോ അതൊക്കെ കൊടുത്താൽ അവള് കഴിക്കും. അങ്ങനെയാണ്. കുഞ്ഞുങ്ങളെ അങ്ങനെ ഇപ്പോൾ കഴിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ. വീട്ടിലുണ്ടായ കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെയാണ്. അമ്മയുടെ ഒപ്പം നിന്ന് കഴിച്ചു തുടങ്ങിയപ്പോൾ ഇറച്ചി ആയാലും മീനായാലും ഒക്കെ കഴിക്കും. ചിക്കനൊക്കെ വെക്കണമെങ്കിൽ ഇപ്പം ഞങ്ങൾ നല്ല കഷ്ണങ്ങൾ എല്ലില്ലാതെ അവൾക്ക് ഇത്തിരി 2-3 കഷ്ണം കൂട്ടി ഇത്തിരി ചോറ് കൂട്ടിയൊക്കെ കൊടുക്കും. അപ്പോൾ അതൊക്കെ കഴിക്കും. അങ്ങനെയാണ്. അങ്ങനെ ആട് വളർത്തൽ നല്ല ലാഭമുള്ള കൃഷി തന്നെയാണ്. ആരും മടിക്കേണ്ട, ഇത്തിരി ബുദ്ധിമുട്ടണമെന്നുള്ളൂ. നമുക്ക് ചെറിയൊരു വരുമാനം കിട്ടുന്ന ഒരു ബിസിനസ്സാണ്. ആരും ചാടി ഇറങ്ങണ്ട, സ്വന്തമായിട്ട്
ഇതേപോലെ നല്ല രീതിയിൽ അധ്വാനിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഇറങ്ങാം. കാരണം ഞാൻ ഇവരുടെ ഇത് കാണുന്നുണ്ട്, ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇവർ പിലിച്ചേച്ചി ആയാലും ഷൺമോഹൻ ചേട്ടനായാലും ജോലിക്ക് പോകുന്നുണ്ട്. ആ ജോലിക്ക് പോകുന്നതിൻ്റെ ഇടയിൽ ഇവരെങ്ങനെയാണ് ആടിനെ വളർത്തുന്നതെന്ന് എപ്പോഴും ചിന്തിക്കാറുണ്ട്. അതായത് അതിന് മുമ്പേ അവർ ഇതിനുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് ജോലിക്ക് പോകുന്നതും വരുന്നതൊക്കെ. ഭയങ്കര വെയിൽ, മോക്ക് അങ്ങനെ പൊള്ളണ പോലെയൊക്കെ നിങ്ങൾ കാണണ്ടാവാം. അപ്പോൾ എന്നിട്ടായാലും പിലിച്ചേച്ചി താങ്ക് യു ഇത്രയും അനുഭവങ്ങൾ ഷെയർ ചെയ്തതിൽ. കാരണം ആടിനെ വളർത്താൻ അറിയുന്ന ആൾക്കാരുണ്ടാവും, അറിയാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ഐഡിയ ജസ്റ്റ്. ചേച്ചി എത്ര നാൾ വളർത്തിയേണ്ടത്, ഞാൻ കുറേ നാളെ വിളിച്ചേച്ചിട്ട് പിന്നാലെ നടക്കണം, ഒരു വീഡിയോ ചെയ്തോട്ടെ, ഒരു വീഡിയോ എടുക്കട്ടെ. അപ്പോൾ ഇന്നാണ് അവസരം അങ്ങനെ കിട്ടിയത്. സമയമില്ല. അതെ, അപ്പോൾ ചേച്ചിക്കും ജോലിക്ക് പോകേണ്ടതാണ്. സമയം 8 മണിയാവണം. അപ്പോൾ ഓക്കെ ചേച്ചി, താങ്ക് യു. വെൽക്കം. അപ്പോൾ വിൽച്ചേച്ചിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്ന. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കൊക്കെ ഒന്ന് എത്തിച്ചോളൂ കേട്ടോ. അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.